ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിനെയും അർജുനെയാണ്. അങ്ങനെ പിങ്കി പറഞ്ഞു അർജുനോട്, ഇതെന്താ ഞാനെല്ലാം തനിച്ച് ചെയ്യണോ? നിങ്ങൾ ഡ്രസ്സുമായിട്ട് കയറി വന്ന ഒറ്റക്കിടപ്പ്, പിന്നെ ഞാൻ പോയി എല്ലാവരെയും ക്ഷണിച്ചു. അത് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പിങ്കി ഗൗതമേട്ടനെയും നന്ദയെയും ക്ഷണിച്ചോ? പിന്നെ എല്ലാവരെയും എന്ന് പറയുമ്പോൾ അവർ പെടില്ലേ? അല്ല, രണ്ടുപേരും പിണക്കത്തിലായിരുന്നല്ലോ, അത് പ്രകടിപ്പിച്ചോ നിന്നോട്? ഗൗതം ഒന്നും പറഞ്ഞൊന്നുമില്ല, പക്ഷേ നന്ദയ്ക്ക് മുറുമുറുപ്പ്. മുറുമുറുപ്പോ? അതെന്ത് ഭാഷയാ? കുറച്ച് ബഹുമാനമൊക്കെ കൊടുക്കാം, നിന്റെ ഏട്ടത്തിയുടെ സ്ഥാനമല്ലേ. അതെ, പ്രായം നോക്കിയാൽ പോരെ അർജുൻ, പിന്നെ പെരുമാറ്റവും. അതാ ഞാൻ നോക്കുന്നത്. അവൾ മുഖത്തടിച്ച പോലെ എന്നോട് പറയുക വരില്ലെന്ന്. ആര്? നന്ദ അങ്ങനെ പറഞ്ഞോ വരില്ലെന്ന്? എന്താ കാര്യം? എന്തോ കോളേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെമിനാർ ഉണ്ടെന്നാണ് പറയുന്നത്. വെറുതെ കള്ളത്തരം അർജുൻ. കൃത്യം നമ്മുടെ ഈ ഒരു സമയം വന്നപ്പോൾ തന്നെ അവൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ കള്ളത്തരം ആയിരിക്കുമല്ലോ. ഡാഡി പറഞ്ഞത് കള്ളത്തരം പറയുന്നതാന്ന്. MBBS പഠിക്കുന്നത്, അതിൻ്റെ തിരക്കൊക്കെ കാണുമല്ലോ. പിന്നെ ഏത് MBBS പഠിച്ചാലും അസൂയ കണ്ടാൽ മനസ്സിലാവൂലേ. അതുകൊണ്ട് വന്നേ പറ്റത്തുള്ളെന്ന് ഞാൻ ആജ്ഞ കൊടുത്തു അവളോട്. നീ ആരാജ്ഞ കൊടുക്കാനായിട്ട്? നീ എന്താ റാണിയോ രാജ്ഞിയോ? അതേ, എനിക്ക് ആജ്ഞ കൊടുത്താൽ എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? എന്നോട് പല ആജ്ഞയും അവൾ ഇങ്ങോട്ട് പറയാറുണ്ടല്ലോ. എന്താജ്ഞ അവൾ നിന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്? അന്ന് ക്ഷേത്രത്തിൽ പോയതും മാല ഇട്ടതും ഒക്കെ ഒരു കണക്കിന് അവളുടെ ആജ്ഞ തന്നെ ആയിരുന്നില്ലേ? പകരം എൻ്റെ കോർട്ടിൽ പന്ത് വന്നപ്പം ഞാനും ഗോളടിച്ചു. നിർബന്ധമായിട്ട് വരണമെന്ന് പറഞ്ഞു. അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഗൗതം പിന്നെ അത് എഗ്രി ചെയ്തു. ഓഹോ, നീ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പകരം വീട്ടാനല്ലേ? എന്ത് പകരം വീട്ടൽ? നമ്മൾ സന്തോഷമായിട്ടൊരു ഫംഗ്ഷൻ നടത്തുമ്പം അത് കണ്ട് സന്തോഷിക്കാൻ നന്ദയിടത്തി വരണമെന്ന് പറയുന്നതാണോ ഇത്രയും വലിയ പകരം വീട്ടൽ? ഓ, ശരി ആയിക്കോട്ടെ. അല്ല, എനിക്കുള്ള കൽപ്പന എന്താണെന്നാ നീ പറഞ്ഞത്? അതെ, ബ്യൂട്ടി പാർലറിൽ എൻ്റെ കൂടെ വരണം. ഗൗതം ഉണ്ടല്ലോ, നന്ദ പോകുന്ന സ്ഥലത്തെല്ലാം പോകും, കാത്തു നിന്ന് പോയി കൂട്ടിക്കൊണ്ട് വരും. അതുപോലെ തന്നെ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിയുന്നത് വരെ അർജുൻ അവിടെ കാത്തു നിൽക്കണം. എന്നിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം. ഇതൊക്കെ എൻ്റെ കൊച്ചു ആഗ്രഹങ്ങളല്ലേ. എൻ്റെ പൊന്ന് പിങ്കി, സമ്മതിക്കണം കേട്ടോ നിന്നെ. ഇതൊക്കെ കാണുമ്പോഴേ മനസ്സിലാവൂ എന്താണ് നിൻ്റെ പ്രശ്നം എന്നൊക്കെ. ഗൗതമേട്ടനും നന്ദയുടെ വാല് പിടിച്ചാലേ നിനക്ക് നീന്താൻ പറ്റത്തുള്ളെന്നുണ്ടോ? അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും നിനക്കില്ലേ? അവരെക്കുറിച്ച് ഓർക്കാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലേ? എന്ത് ചെയ്യാനാ, എനിക്ക് കിട്ടിയ ജീവിതം അവരുടെ ഔദാര്യം എന്നാണല്ലോ അർജുൻ പോലും പറയുന്നത്. അപ്പം പിന്നെ അവരെ കണ്ട് പഠിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഗൗതം ചെയ്ത പ്രണയത്തിൻ്റെ ത്യാഗം കൊണ്ടുണ്ടല്ലോ, അത് കാരണമല്ലേ എന്നെ അർജുന് കിട്ടിയത്. അതുപോലെ തന്നെ നന്ദ ചെയ്ത ആ ഒരു സാഹസ്യം കാരണമാണ് അർജുൻ തിരികെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം പിന്നെ അവരെ അല്ലാതെ ഞാൻ ആരെ കണ്ടാ പഠിക്കേണ്ടത്? നീ പറയുന്നത് എനിക്ക് മനസ്സിലായി പിങ്കി. ചില സ്ത്രീകൾക്ക് ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ. തൻ്റെ ഭർത്താവിനെ ഇടിച്ച് താഴ്ത്തി പരിഹസിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വില കുറഞ്ഞതായിട്ട് തോന്നുന്നു. അങ്ങനെയുള്ള ചിലവരൊക്കെ കാണും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് എൻ്റേതായ ചിന്താഗതിയുണ്ട്, എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ ഒത്തുപോകാമെങ്കിൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പിന്നെ ഇന്നത്തെ നിൻ്റെ ബ്യൂട്ടി പാർലറിൽ പോക്കൊന്നും നടക്കാതിരിക്കേണ്ട. ഏതായാലും നമുക്ക് പോകാം. ഏതായാലും നീ ആദ്യം ചെയ്യ്, പിന്നെ പതിയെ വിളിച്ചാൽ മതി. ഞാൻ പതുക്കെ വന്ന് നിന്നെ കൊണ്ടുവരാം. അതെ, ഗൗതം അങ്ങനെയല്ലല്ലോ ചെയ്യാറുള്ളത്. ഗൗതം കാത്തു നിന്ന് കൂട്ടിക്കൊണ്ട് വരുമല്ലേ ചെയ്യുന്നത്. അതെ, ഗൗതമേട്ടനല്ല അർജുന് പല സ്വഭാവങ്ങളും ഉണ്ട്. അത് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരാളെപ്പോലെ ആകാൻ ഒരാൾക്ക് ചിലപ്പോൾ പറ്റിയെന്നും വരില്ല. എൻ്റെ സ്വഭാവവും എൻ്റെ സ്വഭാവ രീതിയുമൊക്കെ വേറെയാണ്. ഇനിയിപ്പം ഗൗതമേട്ടനെ പോലെ ആകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സാധ്യമാവുകയില്ല. ഏതായാലും എന്നെ നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ അതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ അങ്ങ് പോയി. പിങ്കി വല്ലാണ്ട് ഉരുകിയ മട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. കാരണം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ല. അർജുനെ എങ്ങനെയെങ്കിലും തൻ്റെ വശത്ത് കൊണ്ടുവരണം, അപ്പോൾ അതൊന്നും നടക്കുന്നില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മോഹിനിനെയാണ്. മോഹിനി അടുക്കളയിൽ ചെന്നിട്ട് ഇതുവരെ എന്താ ആഹാരമൊന്നും ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ലക്ഷ്മിയടത്തിയോട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കണമെന്ന് അരുന്ധതിയടത്തി പറഞ്ഞതാ. ചോദിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ അതും പ്രശ്നമാകും. ലക്ഷ്മിയടത്തി ഓ, വരുന്നു മോഹിനി, നീ കിടന്ന് അലറാതെ. എന്താ പ്രശ്നം പറ? എന്താ നീ എന്നെ വിളിച്ചത്? അല്ല, ഇതെന്താ ഇലയൊന്നുമില്ലേ? ഇലയൊന്നുമില്ലാതെയാണോ സദ്യ? പിന്നെ ഇല്ലാതെ. രാവിലെ തന്നെ അതൊക്കെ ഞാൻ വെട്ടി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചൂടെ? പിന്നെ എന്തിനാ അത് ഇവിടെ കൊണ്ട് വെക്കാത്തത്? അപ്പം ലക്ഷ്മി ഒന്ന് തുറച്ചു നോക്കിട്ടോ. ഏട്ടത്തിക്ക് എന്താ ഒരു അനിഷ്ടം പോലെ? വെറും അനിഷ്ടമല്ല, നല്ല ഒന്നാം തരം ഇഷ്ടക്കേട് തന്നെയുണ്ട് എനിക്കിപ്പം.
പറയുന്നത് കേട്ടില്ലേ, എല്ലാം ഞാനെടുത്ത് ഇവിടെ കൊണ്ട് വെക്കണം പോലും. അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, മോഹിനിയുടെ കൈക്ക് വല്ല പ്രശ്നമുണ്ടോ? അല്ല, നീ ആരാ? നീ എൻ്റെ ചേച്ചിയാണോ? അതോ ഇനിയിപ്പം നീ ഇവിടത്തെ വലിയ കൊച്ചമ്മ തമ്പുരാട്ടി വല്ലതാണോ? അതായില്ലേ ഇതായില്ലേ ഇല വെട്ടിയില്ലേ, നീ കൂടെ നിന്ന് ഞങ്ങളുടെ കൂടെ വന്ന് പാചകം ചെയ്യേണ്ടതല്ലേ? നീ എന്താ ഓർഡർ ഇടാൻ മാത്രം വലിയ മൈസ്ട്രേറ്റ് കളിക്കുന്നത്? അപ്പം നമ്മുടെ പവിത്ര പറഞ്ഞു, അതെ, അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേഗം പണി തീർക്കായിരുന്നു. അതൊന്നും പറ്റില്ല. അരുന്ധതേടത്തി പോകുന്നതിന് മുമ്പ് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ, എല്ലാം ലക്ഷ്മിയിടത്തി തന്നെ ഉണ്ടാക്കണമെന്നും അത് ശ്രദ്ധിക്കണമെന്നും. പിന്നെ കൈപ്പുണ്യം ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ, അതിവിടെ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാ. അതെ എൻ്റെ മോഹിനി, ഉണ്ടാക്കാൻ വയ്യാത്തവരെ മേൽനോട്ടത്തിനും വരേണ്ട കാര്യമില്ല. ഇവിടെ മേൽനോട്ടത്തിനെ ഞാനുണ്ട്. അത് പറ്റില്ല. ലക്ഷ്മിയിടത്തി എന്താ ഈ പറയുന്നത്? മേൽനോട്ടം ഞാൻ തന്നെ വഹിക്കണം. പിങ്കിമോള് വഹിക്കുന്ന ചടങ്ങായതുകൊണ്ട് ലക്ഷ്മിയടുത്ത് എന്തെങ്കിലും കൃത്രിമങ്ങൾ അതിൽ ചെയ്യും. നന്ദയുടെ ചടങ്ങാണെങ്കിൽ നന്നായിട്ട് നടത്തത്തുള്ളൂ എന്ന് അരുന്ധതി എടുത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണേ ഈ ചുറ്റുവട്ടത്ത് വേണമെന്നാണ് പറഞ്ഞത്. എന്താ മോഹിനി നീ പറയുന്നത്? എന്ത് മഹാഭാവമാടി നീ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുമോ? എനിക്ക് നന്ദയെന്നോ പിങ്കിന്നോ അങ്ങനെ ഒരു വ്യത്യാസമില്ല. രണ്ടും എൻ്റെ മക്കളല്ലേ. അതെനിക്കൊന്നും അറിയില്ല. എന്നോട് അരുന്ധതിയടത്തി പറഞ്ഞു, അത് ഞാൻ ഇവിടെ ചെയ്തു. ഇനിയിപ്പം ഞാനല്ലേ സമാധാനം പറയേണ്ടത് അരുന്ധതേടത്തി വരുമ്പം. അതിനെനിക്കൊന്ന് ശ്രദ്ധിച്ചല്ലേ പറ്റൂ. എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിട്ടുള്ളത്. അപ്പം പവിത്ര പറഞ്ഞു, നല്ലൊരു ദിവസമായിട്ട് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ കണ്ടില്ലേ ലക്ഷ്മി ചെറിയമ്മയുടെ കണ്ണ് നിറയുന്നത്? ദേ ലക്ഷ്മിയെടുത്ത് എന്നോട് അലോഹ്യൊന്നും തോന്നരുതേ. എപ്പോഴാണ് അരുന്ധതേടത്തി തിരിച്ചു വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. തിരിച്ചു വരുമ്പം ഞാനല്ല വായിലിരിക്കുന്നത് കേൾക്കേണ്ടത്. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് മോഹിനി പറഞ്ഞു. അപ്പം പവിത്ര പറഞ്ഞു, എന്തായാലും എല്ലാവരും വാ, ചുമ്മാ എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഇനിയിപ്പം ഭക്ഷണം എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിപാടി തീരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മോഹിനി പറഞ്ഞു, ഇനിയിപ്പോൾ ഭക്ഷണത്തിൻ്റെ രുചിയൊക്കെ എന്തൊക്കെയാവുമോ എന്തോ. ഇനിയിപ്പോൾ ആർക്കറിയാം രുചിയൊക്കെ ഉണ്ടോയെന്ന്. ആരോടാ ഈ പറയുന്നത് അമ്മേ? ദേ നമ്മുടെ ലക്ഷ്മി ചെറിയമ്മ ഉണ്ടാക്കുന്നത് എല്ലാം അടിപൊളി സാധനങ്ങളല്ലേ, അത് പ്രത്യേകിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടെന്ന് പവിത്ര പറഞ്ഞപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലാതെ പിന്നെ ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്നും അറിയില്ല. ലക്ഷ്മി എടുത്ത് അങ്ങ് ചെല്ല്. ഞാൻ പവിത്രോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പവിത്രോട്. ലക്ഷ്മി എടുത്ത് ചെല്ലുന്നേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ലക്ഷ്മീനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് പവിത്രയുടെ മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞു, എടി നീ ആരുടെ പക്ഷമാടി? നീ എൻ്റെ മരുമകളല്ലേ? അപ്പം നീ എൻ്റെ കക്ഷിയല്ലേടി ആവേണ്ടത്? പിന്നെ എന്നെ അടുക്കള പണിക്ക് പറഞ്ഞു വിട്ടതല്ലേ ലക്ഷ്മി ചെറിയമ്മയുടെ കൂടെ? അപ്പം ഞാൻ ഇന്ന് ലക്ഷ്മി ചെറിയമ്മയുടെ കക്ഷിയാ എന്നും ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ പവിത്ര അങ്ങ് പോയി. അപ്പം മോഹിനിയാണെങ്കിൽ ഇവളുടെ ഒരു കാര്യം, മനുഷ്യനെ ഒന്ന് ഇച്ചിരി പവർ കളിക്കാൻ ഓർത്തപ്പോൾ അതിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഇതേ സമയം നമ്മുടെ ഗൗതമിനെയും നന്ദനെയും കാണിക്കണം. അങ്ങനെ നന്ദ പോകാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ഗൗതം ചോദിച്ചു, അല്ല നീ ഇതെവിടെ പോവുക? അത് ഞാൻ പോകുന്ന കാര്യം പറഞ്ഞതാണല്ലോ. പോകാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ പോകുന്നത്? അത് ഞാൻ ഓർത്തില്ലായിരുന്നു. ദേ നീ വെറുതെ ആക്ട് ചെയ്യരുതേ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഇന്നിവിടെ നിന്ന് പോകണ്ട. അതെ, കോളേജിൽ ഞാൻ എഴുതേണ്ട പരീക്ഷയും സെമിനാറും ഒക്കെ മറ്റാരെങ്കിലും ഏറ്റെടുക്കുവോ? എൻ്റെ പൊന്ന് നന്ദേ, ഞാനിവിടെ ലീവ് എടുത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാ? എനിക്ക് എന്തൊക്കെ മീറ്റിംഗ് ഉണ്ട്, എന്തൊക്കെ ഫയലിൽ ഒപ്പിടാറുണ്ട്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുമ്പം നമ്മൾ സഹകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതങ്ങ് സഹകരിച്ചെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. എൻ്റെ പൊന്ന് ഗൗതം സാറേ, വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷനേക്കാൾ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ കോളേജിൽ നടത്തുന്ന സെമിനാറിനാണ് ഞാൻ പരിഗണന കൊടുക്കേണ്ടത്. അത് തിരിച്ചറിയുവാനുള്ള ബോധവും വെളിവൊക്കെ എനിക്കുണ്ട്. നടക്കില്ല. ഈ കാര്യത്തിൽ നീ വാശി പിടിച്ചാൽ നീ തോറ്റു പോകുകയുള്ളൂ. നീ ഇന്നിവിടെ നിന്ന് പോവില്ല. ഈ ഫംഗ്ഷനിൽ നീ പങ്കെടുക്കും. മര്യാദയ്ക്ക് പിങ്കി വാങ്ങി തന്ന ഡ്രസ്സും ധരിച്ച് നീ താഴെ വാ. ദേ ഒരു ഡ്രസ്സും ധരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ പിങ്കി ഇന്നലെ എന്നെ ക്ഷണിച്ച ആ രീതി, ആജ്ഞാപിച്ച ഒരു അഹന്തയൊക്കെ അത് കണ്ടതല്ലേ ഗൗതം സാറ്? പിന്നെ ഞാൻ വരണമെന്നാണോ പറയുന്നത്? ഓക്കെ, തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, താൻ വരണ്ട. താൻ ഈ മുറി കിടന്നോ സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ കോളേജിൽ പോകാൻ പറ്റില്ല. എന്താ ഗൗതം സാറേ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, അസുഖമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആരോട് സമാധാനം പറയണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്നോളാൻ പറഞ്ഞത്. ഇനി കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ തലയിൽ കയറും. ഇനിയിപ്പം ദുരഭിമാനം കൊണ്ടാണെങ്കിൽ അത് നടക്കൂലോ നിനക്ക്. പക്ഷേ ഇന്നിവിടുന്ന് കോളേജിലേക്ക് പോകാൻ പറ്റില്ല. അതെൻ്റെ അഭിമാനത്തിൻ്റെ കേസാണ്, അതുകൊണ്ട് ഞാൻ വിടില്ല.
ആ, ഇതിൻ്റെ പേരാ ഗൗതം സാർ ദുരഭിമാനം. ഇത് സംരക്ഷിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ദേ നന്ദേ, കൂടുതൽ സംസാരിക്കാൻ ഞാനില്ല. ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഈ വേഷമൊക്കെ മാറ്റി നീ താഴേക്ക് വരുന്നോ അതോ സുഖമില്ലാന്ന് ഭാവിച്ച് ഈ മുറി തന്നെ കിടക്കുന്നോ? രണ്ടിന് ഞാൻ തയ്യാറല്ലെന്ന് ഗൗതം സാറിനോട് പറഞ്ഞില്ലേ? ദേ, ഈ രണ്ടിലും ഏതെങ്കിലും ഒന്നേ നടക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനാ പറയുന്നത്. എന്താ ഗൗതം സാറിനെ ഭീഷണിപ്പെടുത്തുകയാണോ? നിനക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം. അല്ല ഗൗതം സാറിനെ എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ. സ്നേഹിച്ചാൽ ഏതറ്റം വരെയും ഞാൻ പോകും. പക്ഷെ ഒരു ഭീഷണിക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ആരെന്ത് ഭീഷണി പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകുന്ന തീരുമാനിച്ചാൽ പോകും. അവസാനമായിട്ട് ഞാൻ പറയാം, സമയം പോകുന്നു, എനിക്ക് കോളേജിലേക്ക് പോകണം, എനിക്ക് കോളേജിലേക്ക് പോയേ പറ്റൂ. ദേ നന്ദ, പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത് തന്നെ അതിൻ്റെ അർത്ഥം. എന്താ പോലീസുകാരൻ്റെ ഗുങ്ക് കാണിക്കാൻ ഉദ്ദേശമുണ്ടോ? എടി, ഞാൻ നിൻ്റെ ഭർത്താവാണെങ്കിൽ നീ എവിടേക്കും പോവില്ലെന്ന് എന്താ? പോവില്ല. അത് ഞാനാ പറയുന്നത്. ഏതായാലും നമ്മുടെ ഗൗതം കൈ പിടിച്ചിട്ട് തള്ളി ആ കട്ടിലേക്ക് അങ്ങ് ഇട്ട് കേട്ടോ നമ്മുടെ നന്ദനെ. എന്നിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ നിനക്ക്. അടങ്ങിയിരുന്നോണം. ഈ ഗൗതമിനറിയാം നിന്നെ തളയ്ക്കാൻ. ഈ ഗൗതമിനെ അറിയാൻ മേലാഞ്ഞിട്ടല്ല, അതുകൊണ്ടാണ് പറയുന്നത് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു താക്കോലും എടുത്തുകൊണ്ട് പോയി മുറിക്കകത്ത് നമ്മുടെ നന്ദേനെ പൂട്ടിയിട്ടിട്ടാണ് ഗൗതം ഇറങ്ങിപ്പോകുന്നത്. നന്ദയാണെങ്കിൽ അവിടെ കിടന്ന് അയ്യോ ഗൗതം സാർ വാതിൽ തുറക്ക് ഗൗതം സാർ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഗൗതം വാതിൽ തുറക്കാൻ കൂട്ടാക്കുന്നില്ല. ഏതായാലും നമ്മുടെ ഗൗതം ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റാണോ എന്ന് പറയാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം നന്ദയ്ക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കായിരുന്നു. പക്ഷേ പിങ്കിയുടെ അഹങ്കാരം കാണേണ്ട കാര്യമില്ലല്ലോ നന്ദയ്ക്ക്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഗൗതം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗൗതം ഒന്നും മിണ്ടുന്നില്ല. അപ്പം നമ്മുടെ മഹി ചോദിച്ചു, എന്തു പറ്റി നന്ദ എന്താ നന്ദ ഇറങ്ങി വരുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നന്ദ എവിടെയെന്ന് എല്ലാവരും ചോദിക്കേണ്ട കാര്യമുണ്ടോ? അവൾ ഇവിടുത്തെ ഗസ്റ്റൊന്നും അല്ലല്ലോ. നന്ദയില്ലേ ഇവിടുത്തെ ഫംഗ്ഷൻ നടക്കുമൊന്നുമില്ലേ? എനിക്കറിയാമല്ല എന്നിട്ട് ചോദിക്കുമോ എല്ലാവരും എന്തിനാ ഈ നന്ദേനെ തിരക്കുന്നത്? അപ്പോൾ ലക്ഷ്മി ചെന്നിട്ട് ഗൗതം മോനെ നീ എന്താ ഇങ്ങനെ ക്ഷോഭിച്ച് സംസാരിക്കുന്നത്? അല്ല നന്ദമോൾ എവിടെയെന്ന് ചോദിച്ചത് അത്ര വലിയ കുറ്റമാണോ? നീ എന്താ മോനെ ഈ പറയുന്നത്? അപ്പോൾ നമ്മുടെ പവിത്ര അല്ല മോഹിനി, കാര്യം മനസ്സിലായില്ലേ ലക്ഷ്മി എടുത്തി? പിങ്കി മോള് ചെയ്യുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് നന്ദ വരില്ലെന്ന്. എനിക്കതാ തോന്നുന്നത്. എനിക്ക് ആദ്യമേ തന്നെ അറിയായിരുന്നു എല്ലാവരും കൂടി മംഗളമാക്കി തീർക്കേണ്ട ചടങ്ങാ അതിന്ന് നന്ദ അലങ്കോലമാക്കുന്ന എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മുടെ മോഹിനി ഒരു കണക്കിന് വരാത്തത് നന്നായി. മനസ്സിൽ കുശുമ്പും വെച്ച് വന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വരുന്നതിൽ നല്ലത് വരാത്തതാണല്ലോ നല്ലത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മി മോനെ എന്താടാ മോനെ ഞാൻ ഈ കേൾക്കുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ മഹി പറഞ്ഞു, ഈ തറവാട്ടിൽ എല്ലാവരും എന്താ ഇങ്ങനെയാവുന്നത്? എന്താ ഇവിടുത്തെ പ്രശ്നം ഇപ്പം? എന്താ ഗൗതം നന്ദമോള് വരാത്തത്? ഒരു നല്ല ചടങ്ങല്ലേ ഇവിടെ നടക്കുന്നത്? അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ലെന്ന് നമ്മുടെ ഗൗതമും പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ നന്ദ റൂമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പതറി നടക്കുകയാണ് കേട്ടോ. നന്ദേനെ പൂട്ടിയിട്ടേക്കാണല്ലോ, അതുകൊണ്ട് നന്ദയ്ക്ക് വെളിയിൽ ഇറങ്ങി വരത്തുമില്ല. അങ്ങനെ നന്ദയ്ക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് നന്ദ റൂമിനകത്തുള്ളത്. ഇതിനിടയിൽ നമ്മുടെ നന്ദ എവിടെ കിടന്ന് ഗൗതം സാർ തുറക്കെന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ നിന്ന് തുറക്കാനാ? പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹി ചോദിക്കുകയാണ് ഗൗതമിനോട്, എടാ നീ ഒരു കാര്യം ചെയ്യുക, നീ ഇറക്കിക്കൊണ്ട് വാടാ അവനെ. ദേ അച്ഛാ, ഞാനൊരു കാര്യം പറയാം, ഞാൻ പറയാവുന്ന പരമാവധിയൊക്കെ പറഞ്ഞു. അവൾക്ക് ഇന്ന് കോളേജിൽ പങ്കെടുക്കണം, കോളേജിലെ സെമിനാറിൽ പങ്കെടുക്കണം, ഇവിടെ പങ്കെടുക്കണ്ട. ഭയങ്കര വാശി കാണിച്ചാൽ പിന്നെ എന്താ ഞാൻ ചെയ്യുക? ഞാൻ അവളെ പൂട്ടിയിട്ടു. ഞാൻ പറഞ്ഞ് സഹി ഇട്ടിട്ടാണ് ഞാൻ പൂട്ടിയിട്ടത്. എനിക്ക് വേറൊരു മാർഗ്ഗമില്ലാതായി പോയി എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി അങ്ങോട്ട് ചെന്നിട്ട്, മോനെ നീ എന്താണ് പറയുന്നത്? നന്ദമോളെ പൂട്ടിയിട്ടെന്നോ? ഗൗതം ദേ നീ വെറുതെ കളിക്കരുത് കേട്ടോ. നന്ദമോൾ ഇച്ചിരി വാശിയുള്ള കൂട്ടത്തിലാണെന്ന് നിനക്കറിയാലോ, അറിയാത്തതൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാടാ ആ കൊച്ചിനെ നീ പൂട്ടിയിട്ടത്? മര്യാദയ്ക്ക് പറഞ്ഞ നന്ദ ഏത് കാര്യവും അനുസരിക്കുന്നതാ. അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അവൾ ഇങ്ങനെ പൊരുതി നിൽക്കാറുള്ളൂ. നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താ അമ്മ പറഞ്ഞു വരുന്നത്? ഞാൻ അവിടെ പോയി തൊഴുതു കൂട്ടിക്കൊണ്ട് വരണോ? അല്ല, പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് ഗൗതം നീ കേൾക്കാത്തൊന്നും അല്ലല്ലോ. അത് ഈ അമ്മ പലപ്പോഴും നിന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. അതിനർത്ഥം തൊഴണമെന്നല്ല, തൊഴിക്കാൻ ചെല്ലരുത് എന്നാ. അത് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ മോനോട് പറയണോ? അപ്പം നമ്മുടെ മഹിയാണെങ്കിൽ, ലക്ഷ്മി നീ എന്തിനാ ലക്ഷ്മി ഇതൊക്കെ പറയുന്നത്? നിങ്ങളെന്താ മോനെ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണോ? അതെ, നീ ഒരു കാര്യം ചെയ്യ്, നീ വെറുതെ നന്ദയുടെ പക്ഷം പിടിക്കരുത് കേട്ടോ. അർജുനും പിങ്കിയും ഒരുമിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെയുള്ള എല്ലാവരും. എന്നിട്ടും അവൾക്ക് മാത്രം ഇവിടെ സന്തോഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവള് നല്ല കാര്യം ചെയ്യുന്നതെന്നാണോ നീ പറയുന്നത്? അവളുടെ ഒരു കോളേജും ഒരു പഠിത്തവും ഇവിടെ നല്ല കാര്യം നടക്കുമ്പോഴാണ് അവൾക്ക് സൂക്കേട്.
അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചെറിയച്ഛൻ പറഞ്ഞു, അഹങ്കാരം കുറച്ച് കൂടുതലാണെങ്കിലേ നിലയ്ക്ക് നിർത്താൻ വേണ്ടി പഠിപ്പിക്കണം. രാവിലെ എണീക്കുമ്പോൾ തന്നെ ചെകിട് തീർത്തൊന്ന് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇതുങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ അനുസരണ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. മോഹിനിയുടെ കെട്ടിയവനാട്ടോ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ മഹിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നടക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും ഇന്ന് അവളെ കോളേജ് വിടാൻ പറ്റില്ല. ഇനിയിപ്പം വലിയടത്തി വന്ന ആകെ പ്രശ്നത്തിലാവും കേട്ടോ ഗൗതം. അതുകൊണ്ട് അവളെ കോളേജിൽ വിടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ അവളെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യണം. ഇതിനിപ്പോൾ എന്താ ഒരു മാർഗം, എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹി നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. ഏതേലും വഴി കൂടെ ഒരു ചെറിയ ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകാനാണ് നോക്കുന്നത്. വാതിലോ തുറക്കുന്നില്ല. അങ്ങനെ മുറി മൊത്തം ഇങ്ങനെ പതറി നടക്കുകയാണ് നമ്മുടെ നന്ദ. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മുടെ നന്ദ ആ ഒരു പുറകുവശത്തെ ഡോറ് തുറന്നു കേട്ടോ. ഈ സമയം കാണിക്കുന്നത് അരുന്ധതി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. എന്നിട്ട് നമ്മുടെ ഗൗതമിനോട് പറഞ്ഞു, ദേവി ക്ഷേത്രത്തിലൊക്കെ തൊഴുത് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഒക്കെ വരണമെന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടാണ് മോനെ വന്നേക്കുന്നത്. ഇനിയിപ്പം സമാധാനത്തോടു കൂടി തന്നെ എൻ്റെ കുട്ടികളെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിച്ചോളും. ഏതായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നില്ലേ. അർജുനും പിങ്കിയും ഇപ്പം ഇങ്ങെത്തും. അവർ വന്നു കഴിഞ്ഞാലേ ഇവിടെ സന്തോഷം കൊണ്ട് നിറയണം. അല്ല, നന്ദമോളെ കണ്ടില്ലല്ലോ, നന്ദമോൾ എവിടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഗൗതമും ഒക്കെ എല്ലാവരും മിണ്ടാതെ നിൽക്കുക. അപ്പം വീണ്ടും ചോദിച്ചു അരുന്ധതി, അല്ല നന്ദമോൾ എവിടെയെന്ന് ചോദിച്ചത് കേട്ടില്ലേ ഗൗതം? എന്തിയെ നന്ദമോളെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ വീണ്ടും എല്ലാവരും ഇങ്ങനെ അരുന്ധതിനെ തന്നെ നോക്കുക, ആരും ഒന്നും പറയുന്നില്ല. ഈ സമയത്ത് നമ്മുടെ പിങ്കിയും ഗൗതമും കൂടെ ഇറങ്ങി വരികയാണ്. അടിപൊളി ഡ്രസ്സിൽ നല്ല സുന്ദരിയായിട്ടൊക്കെയാണ് പിങ്കിയും ഗൗതമും കൂടെ വരുന്നത്. അങ്ങനെ നമ്മുടെ ഗൗതമല്ലാട്ടോ, സോറി, അർജുൻ ഒരു യെല്ലോ കുർത്തയും അതുപോലെ തന്നെ നമ്മുടെ പിങ്കി ഒരു ബ്ലാക്ക് ലാച്ചയും കൂടിയാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ അർജുൻ വന്നതും എന്തു പറ്റി, ഇവിടെ ഒരു സംഘർഷാവസ്ഥ പോലെ, എന്തു പറ്റി, എന്താ കാര്യം? എനിക്കറിയില്ല അർജുൻ, ഇവിടെ ആരോടും ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. എന്താ ഏട്ടാ കാര്യം? നന്ദ എന്തിയെ? അവളുടെ കാര്യം ആരും അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ഒരു നല്ല ചടങ്ങ് നടക്കുമ്പം അവൾക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് എല്ലാവരും അവളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കണ്ട. എന്താ മോനെ പറയുന്നത്? നന്ദയ്ക്ക് താല്പര്യമില്ലെന്നോ? ഇത് അഹമ്മതിയല്ലേ? ഇത്രയും കാലം കൂടി അർജുൻ വന്നു, പിങ്കിയും അവനും കൂടി ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ ഇന്ത്യവരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര വലിയ കാര്യമാണെന്ന് അറിയാലോ. എന്നിട്ട് അവൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി പറഞ്ഞു, ഇത് അഹമ്മതി അല്ല, ഇതെന്താണെന്ന് അറിയാമോ വല്യമ്മായി? ഇതാണ് ഒന്നാം തരം നല്ല അസൂയ. അത് നല്ല ചൂടുള്ള അസൂയ. ഇവിടെ സത്യവാന്റെ സാവത്രിയൊക്കെ ആയിരുന്നല്ലോ നന്ദ. എല്ലാവരുടെയും മുമ്പിൽ സാഹസിക യാത്രയൊക്കെ നടത്തി അർജുനെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നവള്. പക്ഷെ ഇപ്പം ഞാനും അർജുനും ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് കണ്ടപ്പം അവളുടെ മുഖം മൂടി അഴിഞ്ഞു വീണു. സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സഹിക്കുന്നില്ല. കാരണം എന്താ? മുഴുത്ത അസൂയ. ശരിയാ, അത് തന്നെയാ എനിക്ക് രാവിലെ തോന്നിയതാന്ന് മോഹിനി. അപ്പം നമ്മുടെ പവിത്രയും പറഞ്ഞു എനിക്കും തോന്നിയതാന്ന്. അപ്പം അരുന്ധതി അവളുടെ അസൂയയും കുശുമ്പും ഒന്നും ഇവിടെ നടപ്പിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അർജുൻ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? കുറേ നേരമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. ഏതായാലും പിങ്കി അർജുനെ നോക്കുന്നതും ഇന്നത്തെ വിശേഷം അവസാനിക്കാട്ടോ ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ നന്ദ മുകളിൽ നിന്ന് ഡോറൊക്കെ തുറന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും നന്ദ ഇവിടെ എത്തിക്കഴിയുമ്പോൾ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.